ഹായ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു ഈസി ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസസ്, ഇതിൽ 2 സ്പൂൺ കുരുമുളക്, 1 തക്കോലം, 5-6 ഏലക്ക, അതുപോലെ ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഇത് മാഗി ക്യൂബാണേ. ഇതൊരു ഡ്രൈഡ് ലെമൺ. പിന്നെ ഞാൻ പച്ചമല്ലി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻഗ്രീഡിയൻസിൽ കാണിക്കാൻ മറന്നുപോയി, ആഡ് ചെയ്യുമ്പോൾ കാണിക്കാം. ഇത് മന്തി മസാല ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാവേ. ഇനി നമുക്ക് മസാലപ്പൊടി നോക്കാം. ഇതെൻ്റെ മസാല ബോക്സാണ്. ഇതിലെല്ലാം ഒന്നും വേണ്ട. നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി. ഇനി നമുക്ക് ചിക്കൻ തിരുമ്മി വെക്കാവേ. അതിനുവേണ്ടി ആദ്യം തന്നെ മന്തി മസാല ഇടാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അര സ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അതുപോലത്തെ 2 ക്യൂബ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പച്ചമല്ലിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ കാണിക്കാൻ വിട്ടുപോയായിരുന്നു. ഇത് നമുക്കിനി മുഴുവനോടുകൂടെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പ്രഷർ കുക്കറിലേക്ക് ഒന്ന് അടുക്കി വെക്കാം. നമ്മൾ ചിക്കൻ എല്ലാം കുക്കറിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കാവേ. അത് മിക്സ് ചെയ്യേണ്ട, അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി, ഒരു 2 സ്പൂൺ. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അരി വേവിക്കുന്ന സമയം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബ്രൗൺ കളർ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇതിലൊരു 3.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു 20 മിനിറ്റ് കുതിർക്കാൻ വെക്കണം. അരി വേവിക്കാനുള്ള വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അരി വെന്തിട്ട് വെള്ളം ഊറ്റിക്കളയാനുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വെള്ളം എടുത്തേക്കുന്നത്. നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് അടച്ചു വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി 90% വെന്ത് കഴിയുമ്പം നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. ഞാൻ ഇപ്പം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അരി ചൂടോടുകൂടെ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണേ.
റൈസ് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് റൈസിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചിടുക ഹൈ ഫ്ലെയിമിൽ. കുക്കർ ഒരു വിസിലടിച്ച് എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബിരിയാണി പോട്ടിലേക്ക് മാറ്റാം. നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്മോക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ സ്മോക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ് കത്തിക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളാണെങ്കിൽ മേടിച്ച് ഇതുപോലെ കത്തിച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചേക്കാവേ. നമ്മുടെ ഈ മന്തി റെസിപ്പി ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് സവോള അരിയണ്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട, അങ്ങനത്തെ യാതൊരു ഐറ്റംസും വേണ്ട. നമ്മൾ കുറച്ച് മസാല പൗഡേഴ്സ് വെച്ചും മന്തി മസാല വെച്ചും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റ് പോലെ തന്നെയാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.